സംസ്ഥാനത്തെ കുറഞ്ഞ പോളിംഗ് ശതമാനത്തിൽ മുന്നണികൾക്ക് ആശങ്ക. ജയപ്രതീക്ഷ പങ്കുവെക്കുമ്പോഴും മണ്ഡലങ്ങളിലെ അടിയൊഴുക്കുകളിൽ സ്ഥാനാർത്ഥികൾക്ക് നെഞ്ചെടുപ്പുണ്ട്. സംസ്ഥാനത്ത് 71.16% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഒടുവിൽ പുറത്തുവന്ന കണക്ക്. 2019 രേഖപ്പെടുത്തിയതിനേക്കാൾ 6% വോട്ട് കുറവാണിത്. ഞങ്ങൾക്ക് നല്ല വിജയ പ്രതീക്ഷയാണ്. 20 സീറ്റും കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ. ജനങ്ങൾ വളരെ ആവേശം പ്രകടമായിരുന്നു, വളരെ വലിയ ആവേശം പ്രകടമായിരുന്നു. ഒരിക്കലും ബാധിക്കില്ല. ഇനിയിപ്പോൾ 80 വയസ്സ് കഴിഞ്ഞവരുടെ ധാരാളം വോട്ട് വരാനുണ്ട്, പോസ്റ്റലോട്ട് വരാനുണ്ട്. ഇതെല്ലാം കൂടെ വരുമ്പോൾ പോളിംഗ് ശതമാനം ഇനിയും വർദ്ധിക്കും. ഒരു ആശങ്കയില്ല. കാരണം ഞങ്ങൾ ബൂത്തുകളിൽ നിന്നുള്ള ഒരു വോട്ട് ചെയ്യുമ്പോഴും ടിക്കുകയല്ലോ. ഞങ്ങളുടെ വോട്ടുകളൊക്കെ നേരത്തെ എണ്ണി തിട്ടപ്പെടുത്തി പോളിംഗ് സ്ക്വാഡുകൾക്ക് നൽകിയിട്ടുള്ളതാണ്. അപ്പം അതിൽ ഒരു 90% വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ടെന്ന് പറയുന്നത് നല്ല വിജയം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50,000 അടുത്ത വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നെ നിങ്ങൾ നിയോഗിച്ചാൽ നിങ്ങൾക്കതുകൊണ്ട് ഉണ്ടാകാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് മാത്രമാണ് ഞാൻ ചർച്ച ചെയ്തു പോയത്. അതവരുടെ മൂളയിൽ അവർ ചിന്തയ്ക്ക് വകയാക്കി എടുത്താൽ ഉറപ്പായിട്ടും നല്ല നിശ്ചയമുണ്ടാകും എന്ന് പറയുന്ന വിശ്വാസത്തിലാണ് പോയിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്ഥാനാർത്ഥികളുടെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, സ്ഥാനാർത്ഥികളുടെ അല്ലേ. ക്രോസ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും നല്ല ബോധം 2019 റിസൾട്ടിൽ നിന്ന് ഒരു പഠനം അവർക്കുമുണ്ടായി എന്ന് കരുതിക്കോളൂ. ഒരു സംശയവുമില്ല, ഞങ്ങൾ എല്ലാവരുടെയും പോയി നോക്കിയപ്പോൾ ഒരു കംഫർട്ടബിൾ വിജയമായിരിക്കും. അതിനെക്കുറിച്ച് ഞങ്ങൾക്കും സംശയമില്ല. ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളെ പോലെയുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർ ഈ മണ്ഡലം മുഴുവൻ ഓടി നടന്ന് പ്രവർത്തിച്ച ആൾക്കാർക്കും ഒരു സംശയവുമില്ല ഇതായിരിക്കും ഔട്ട്കം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ചിന്തയില്ലാതെയാണ് ഞാൻ ഇറങ്ങുന്നത്. ബാക്കി ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, രണ്ടാമത് സ്ഥാനത്തിന് വേണ്ടി ഒരു മത്സരം ഉണ്ടാകും രണ്ടാളുടെ ഇടയിൽ. കേരളത്തിൽ മാത്രമല്ല, പക്ഷേ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളും കൂടി ഞങ്ങൾ കേൾക്കുന്ന വാർത്ത ഞങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. വെരി പോസിറ്റീവ് ന്യൂസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത്രത്തോളം ആത്മാർത്ഥതയോടെ ഈ സാധ്യത, ഭരണം മാറ്റാൻ കൊണ്ടുവരുന്ന സാധ്യത ശരിക്ക് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. ആ സ്പിരിറ്റിലാണ് ഞാനിപ്പോൾ നമ്മളുടെ തിരുവനന്തപുരം ഇപ്പോൾ തൽക്കാലത്ത് വിട്ടുപോകുന്നത്. പ്രാഥമിക വിലയിരുത്തലിൽ നമ്മൾ നല്ല ഭൂരിപക്ഷം ജയിക്കുന്നതാണ്. വോട്ടിംഗ് കുറഞ്ഞ ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കും. കാരണം 5% ടോട്ടൽ വോട്ടിൽ 5% കുറവുന്നുണ്ട്. ഇവിടുത്തെ മതേതര ജനവിഭാഗം എന്ന് ഞാൻ പറയുള്ളൂ. ഏതെങ്കിലും ന്യൂനപക്ഷം എന്നൊന്നും ഞാൻ പറയേണ്ട, അങ്ങനെയല്ല പറയേണ്ടത്. മതേതര വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അത് എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാരുണ്ട്. അവരാണല്ലോ ഈ പറയുന്ന മതേതരത്വത്തിന് വേണ്ടി നിലപാടെടുക്കുന്നവർ. ആ വോട്ടുകളൊന്നും കോൺഗ്രസ് പ്രാവശ്യം കഴിഞ്ഞ കൊല്ലം കിട്ടിയ പോലെ കിട്ടില്ല. 2019 കിട്ടിയ വോട്ട് കിട്ടില്ല. അവർക്ക് വിശ്വാസ്യതയില്ലെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു, കാലിൻ്റെ അടിയിൽ മണ്ണ് ചോർന്നു പോകുമ്പോൾ ഞങ്ങളുടെ മേത്ത് തുപ്പിയിട്ട് കാര്യമില്ല, ഇടതുപക്ഷത്തിൻ്റെ മേലിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് കാര്യമില്ല. വയനാട്ടിൽ 3 കള്ളവോട്ട് നടന്നെന്ന ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം തുടങ്ങി. പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും വ്യാപക ക്രമക്കേട് നടന്നെന്ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു. പയ്യന്നൂരും കല്യാശ്ശേരിയിലും 10 മടങ്ങ് ആവേശമാണ് അവർ കാണിച്ചത്, ബൂത്ത് പിടിച്ചെടുക്കാൻ, കള്ളവോട്ട് ചെയ്യാൻ. ഞാൻ എൻ്റെ പ്രസൻസിൽ കള്ളവോട്ട് പിടിച്ചിട്ട് പോലും എന്നെ ആക്രമിക്കാനാണ് മുതുകുട എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടുവത്ത് തയ്യാറായിട്ടുള്ളത്. അപ്പം കള്ളവോട്ട് പയ്യന്നൂർ ഞാൻ ഇന്നലെ കോൺസെൻട്രേറ്റ് ചെയ്ത്, സ്ഥാനാർത്ഥി എന്നല്ലേ ഞാൻ ഇന്നലെ 7 അസംബ്ലി മണ്ഡലത്തിൽ പോകേണ്ട ഞാൻ 2 മണ്ഡലങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, പയ്യന്നൂരും ഒന്ന് കല്യാശ്ശേരിയും. എനിക്കറിയാം പയ്യന്നൂരും കല്യാശ്ശേരിയും അവരാവനാഴിയിൽ അവസാനത്തെ ആയുധം കള്ളവോട്ടാണ്, ബൂത്ത് പിടിച്ചെടുക്കലാണ്. അത് വ്യാപകമായി നടന്നിട്ടുണ്ട്. ജയരാജനെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച് ശരിയല്ല. കാരണം അദ്ദേഹം ജാവ്ദേക്കറെ കണ്ടത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ്. അതുകൊണ്ട് എന്തിനാണ് അദ്ദേഹത്തെ എത്രയും ഒരു നല്ല കാര്യത്തിനല്ലേ ഇത് പോയത്? MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. പ്രതീക്ഷ, ബൂത്തുകളിൽ നിന്നൊക്കെയുള്ള കണക്കുകൾ പ്രാഥമികമായി വിലയിരുത്തിയ ശേഷമാണ് ഇന്ന് നേതാക്കളുടെ പ്രതികരണം വരുന്നത്. ഈ ചൂട് കൂടിയതും ഒപ്പം വോട്ടിംഗ് മെഷീൻ്റെ വോട്ട് രേഖപ്പെടുത്തുന്നതിലെ താമസവും ഒക്കെയാണ് പോളിംഗ് ശതമാനം കുറയാൻ കാരണമെന്ന് പല നിരീക്ഷണങ്ങളുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥികളെയും മുന്നണികളെയും ആശങ്കപ്പെടുത്തുന്ന ചില അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന സംശയം ഈ നേതാക്കളുടെ പ്രതികരണത്തിലില്ലേ?
തീർച്ചയായും ഗോകുൽ, കാരണം വിജയപ്രതീക്ഷകൾ ഓരോ സ്ഥാനാർത്ഥികൾ പങ്കുവയ്ക്കുമ്പോഴും ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് രാഷ്ട്രീയ നേതൃത്വത്തിൽ തന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഓരോ മണ്ഡലങ്ങളിലും ലഭിക്കേണ്ട വോട്ടുകൾ എല്ലാം തന്നെ ഓരോ സ്ഥാനാർത്ഥികളും കണക്ക് കൂട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജനവിധിയെ ഓരോ സ്ഥാനാർത്ഥികളും പാർട്ടികളും നേരിട്ടത്. പക്ഷേ പ്രതീക്ഷിച്ച ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് സംസ്ഥാനം എത്തിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാനം പുറത്തുവരുന്ന കണക്ക് പ്രകാരം 71.16% കേരളത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ്. ഇനി വീട്ടിലെ വോട്ടും തപാൽ വോട്ടും മാത്രമാണ് പരിഗണിക്കാനുള്ളത്. ഈ കണക്ക് കൂടി ചേർത്താൽ പോലും ഒരു 73% ആകെ പോളിംഗ് എത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. 2019 77% മുകളിൽ സംസ്ഥാനത്ത് പോളിംഗ് എത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് ഫലം ഈ പോളിംഗ് ശതമാനം തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക മുന്നണികൾക്ക് ഉണ്ട്. കൃത്യമായി ഓരോ മുന്നണികൾക്കും മേൽക്കൈയുള്ള മണ്ഡലങ്ങളിലടക്കം അവർ വിചാരിച്ചത്ര ഒരു പോളിംഗ് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് തിരഞ്ഞെടുപ്പ് ഫലത്തെ എത്രത്തോളം ബാധിക്കുമെന്നതാണ് പ്രധാനമായും ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ആശങ്കപ്പെടുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഈ തിരഞ്ഞെടുപ്പ് മെഷീനുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങളാണ്. അത് ഈ പോളിംഗ് ശതമാനത്തിൽ കുറവ് വരുത്താൻ കാരണമായി എന്ന് ഈ സ്ഥാനാർത്ഥികളും പാർട്ടികളും ആരോപിക്കുന്നുണ്ട്. ഈ വലിയ പ്രവൃത്തി പരിചയമില്ലാത്ത തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതും ഈ പോളിംഗ് ശതമാനം കുറയാൻ ഇടയാക്കിയെന്നുള്ളൊരു ആരോപണം ഉയരുന്നു. മറ്റൊന്ന്, ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്. ഇത് കാരണം ഈ പല ബൂത്തുകളിലും അല്ലെങ്കിൽ പലയിടങ്ങളിലും ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്നുള്ള ഒരു പരാതി അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ രാഷ്ട്രീയ നേതൃത്വം അടക്കം പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗിൽ പൂർണ്ണ സംതൃപ്തി ഉണ്ട് എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്ന കാര്യം. കാരണം ഈ വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടതായിരുന്നു. ഈ വോട്ടിംഗ് മെഷീൻ തകരാറിലായ ഒരു കണക്ക് തന്നെ നോക്കുമ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ഈ വടകര ബൂത്തിൽ മാത്രമാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടി തന്നെ 95% ബൂത്തുകളിലും പോളിംഗ് പൂർത്തിയായി എന്നതാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ന് പറഞ്ഞ കാര്യം. വടകരയിലെ 8 ബൂത്തുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം തള്ളുമ്പോഴും ഈ സ്ഥാനാർത്ഥികൾ ഇപ്പോഴും വലിയ ആശങ്കയിൽ തന്നെയാണ്. കൃത്യമായിട്ടുള്ളൊരു വിശകലനങ്ങൾ അടക്കം ഇതുമായി ബന്ധപ്പെട്ട നടത്തുന്നുണ്ട്. എന്തായാലും 1.5 മാസത്തോളം നീണ്ട ഒരു പ്രചരണകാലമായിരുന്നു. വലിയ തരത്തിലൊരു പ്രചാരണം എല്ലാ മുന്നണികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള വലിയ ക്യാമ്പയിനുകൾ നടന്നിരുന്നു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് പോളിംഗ് ശതമാനം സംസ്ഥാനത്ത് കുറഞ്ഞു എന്നതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. ശ്രീ പ്രതീക്ഷ, ഏതായാലും 1.5 മാസത്തോളം നീണ്ട വലിയ പ്രചാരണങ്ങൾക്കൊടുവിലും പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് അത് മുന്നണികൾക്ക് ആശങ്കയാവുന്നുണ്ട്. പ്രതീക്ഷിച്ച തരത്തിൽ പോളിംഗ് രേഖപ്പെടുത്തിപ്പെട്ടില്ല പല ബൂത്തുകളിലും. ശക്തി കേന്ദ്രങ്ങളിലടക്കം എല്ലാ മുന്നണികൾക്കും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരുപോലെ അതിൽ ആശങ്കയുണ്ട് എന്നതാണ് മുന്നണികളുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്.